കുറച്ച് നാളുകളായിട്ടേ സീറോ മലബാർ സഭയുടെ പല പ്രതികരണങ്ങളും നമ്മൾ സാധാരണഗതിയിൽ ഒരു സഭയിൽ നിന്ന്, ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളല്ല. ഒന്നാമത്തെ കാര്യം, ഈ വഖഫ് ബില്ലെന്ന് കേട്ട പാടെ സീറോ മലബാർ സഭ അതിനെ കയറി പിന്തുണ അർപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വഖഫ് ബില്ല് എന്താണെന്നോ അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ആ ബില്ലിലെ ആർട്ടിക്കിൾസ് എന്താണെന്നോ സീറോ മലബാർ സഭ പോയിട്ട്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പോലും അറിയുന്നതിന് മുമ്പേ സീറോ മലബാർ സഭ കയറി പ്രതികരിച്ചു. ഈ വഖഫ് ബില്ലിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല, അതൊരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിന്റെ പുറത്താണ്. RSS രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സീറോ മലബാർ സഭയോ KCBCയോ CBCയോ പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും ഈ ബില്ല് പാസ്സാവുമെന്ന് അറിയാത്തവരല്ല ഈ സഭയിലെ അംഗങ്ങൾ. അവർക്കെല്ലാവർക്കും അറിയാം ഇതല്ലേലും പാസ്സാവും, പാർലമെന്റിൽ ഇത് പാസ്സാവേണ്ടതാണ്, ഇവരുടെ ആരുടെയും പിന്തുണ ആവശ്യമില്ല. എന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് പ്രസ്താവന ഇറക്കിയത്? അവർ ഈ വിഷയം പഠിച്ചിട്ടില്ല. ഇനി മുനമ്പം വിഷയത്തിൽ നമ്മളെല്ലാവരും വളരെ വൈകാരികമായി മുനമ്പം വിഷയത്തിലെ ജനതയോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഞാൻ അവിടെ മുനമ്പം സമരപ്പന്തലിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോഴും ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വഖഫ് ബില്ലിനകത്ത് ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏത് ക്ലോസ് ആണുള്ളത്? എങ്ങനെയാണ് മുനമ്പം പ്രശ്നം ഈ ബില്ല് കൊണ്ട് പരിഹരിക്കപ്പെടുക? അത് ഒരു കാരണവശാലും പരിഹരിക്കപ്പെടുമെന്ന് നമ്മൾ തോന്നുന്നില്ല. സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിനെയോ അല്ലെങ്കിൽ സർക്കാർ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ച ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെയോ ഈ ബില്ല് വിവക്ഷ ചെയ്യുന്നുണ്ട്. ആ ബില്ല് പ്രകാരം അത് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രൈവറ്റ് ഭൂമിയെ കുറിച്ച് ഈ ബില്ലിനകത്ത് ഒരിടത്തും പറയുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ ബില്ലിന് എന്തെങ്കിലും റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടോ? ഇതുവരെ ഞാൻ വായിച്ച ഒരു സ്ഥലത്തും ഈ ബില്ലിനൊരു റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല.